മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ആദ്യ ബജറ്റ് ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ആർ ശങ്കറിനും ഉമ്മൻചാണ്ടിക്കും ശേഷം ബജറ്റ് അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ. അധിക നികുതി ഭാരമില്ലാത്ത ജനപ്രിയ ബജറ്റാണ് തയ്യാറാക്കുന്നതെന്നാണ് സൂചന. സദ്ഭരണവും സഹാനുഭൂതിയും ആപ്തവാക്യമാക്കിയ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ആദ്യ ബജറ്റിലെ വിസ്മയങ്ങൾ എന്തൊക്കെയാണ്? ക്ഷേമ പെൻഷൻ കൂട്ടുമോ? സർക്കാർ ജീവനക്കാരോടുള്ള കരുതൽ എന്തൊക്കെയാകും? ഇന്ദിരാ ഗ്യാരണ്ടികൾക്കായി എത്ര പണം വകയിരുത്തും? ഇങ്ങനെയുള്ള പ്രധാന ചോദ്യങ്ങളെല്ലാം ചെന്ന് അവസാനിക്കുന്നത് മറ്റൊരു പ്രധാന ചോദ്യത്തിൽ. ഇതിലൊക്കെയുള്ള വരുമാനം എവിടെ? നമുക്ക് പരിശോധിക്കാം. ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റും 4 മാസത്തെ ധനവിനിയോഗ ബില്ലും ഇടതു സർക്കാർ പാസാക്കിയ സാഹചര്യത്തിൽ ആ ചട്ടക്കൂടിൽ നിന്നുള്ള പുതുക്കിയ ബജറ്റാണ് കേരളത്തിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അടുത്ത വെള്ളിയാഴ്ച അവതരിപ്പിക്കുക. അതുകൊണ്ട് തന്നെ അധിക നികുതി ഭാരങ്ങൾ ഉണ്ടാകില്ലെന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല, UDF സർക്കാരിന്റെ ഹണിമൂൺ പീരീഡ് ആയതിനാൽ ജനപ്രിയങ്ങളായ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. എല്ലാറ്റിനുമുപരി കേരളത്തെ മുന്നോട്ട് നയിക്കാൻ UDF സർക്കാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ മുന്നോട്ട് വയ്ക്കുന്ന നയം, ആശയം എന്തെന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ക്ഷേമ പെൻഷൻ 3000 ആക്കുമോ? ഉമ്മൻചാണ്ടിയുടെ പേരിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ഇന്ദിരാ ഗ്യാരണ്ടികൾക്കായി എത്ര ഫണ്ട് വകയിരുത്തും? കിഫ്ബി പൊളിച്ചെഴുത്തി എങ്ങനെ? ശമ്പള പരിഷ്കരണത്തിലും DA കുടിശ്ശിക നൽകുന്നതിലും നിലപാട് എന്താണ്? പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിലേക്ക് തിരികെ പോകുമോ? ഇങ്ങനെ പുതിയ സർക്കാരിന്റെ നയം വ്യക്തമാക്കുന്ന ഒരുപിടി ചോദ്യങ്ങളുടെ ദിശാസൂചകമാകും പുതിയ ബജറ്റ്. പ്ലാൻ ഫണ്ടിൽ 30,000 ചില്ലാനം കോടി രൂപയുടെ പ്ലാൻ ഫണ്ട്, അതിൽ 20,500 കോടി രൂപ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു 10,000 കോടി രൂപയുടെ പ്ലാനായിട്ട് നമ്മുടെ അടുത്ത ഒരു സാമ്പത്തിക വർഷത്തെ പരിപാടി ചുരുക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ ഈ പ്ലാൻ വെട്ടി ചുരുക്കി അവതരിപ്പിക്കണം. പക്ഷേ 10,000 കോടി രൂപയുടെ ഒരു പ്ലാനും വെച്ചിട്ട് കേരളത്തിന് ഒരു തരത്തിലും മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല. അത് അപര്യാപ്തമാണ്. ക്ഷേമ പെൻഷൻ ചെറുതായെങ്കിലും വർദ്ധിപ്പിക്കും. ജീവനക്കാർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും പെൻഷൻ പ്രായം കൂട്ടില്ല. അതേസമയം DA കുടിശ്ശിക PF ലയിപ്പിക്കാതെ നേരിട്ട് കൈകളിൽ എത്തിക്കാനുള്ള ആലോചനയാണ്. വയോജനക്ഷേമത്തിലൂന്നിയ സിൽവർ ഇക്കണോമി, വിഴിഞ്ഞത്തെ കേന്ദ്രമാക്കി തുറമുഖ നഗര പദ്ധതി, വിമാനത്താവളങ്ങളെ ഏകോപിപ്പിച്ച് ഏവിയേഷൻ ഹബ്ബ്, അക്കാദമിക ടൂറിസം എന്നീ പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമെന്നാണ് വിവരം. ധവളപത്രത്തിലെ ശുപാർശ പോലെ സ്വകാര്യവൽക്കരണത്തെ വി ഡി സതീശൻ എത്രമാത്രം പുണരും എന്നുള്ളതാണ് ആകാംക്ഷ. കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം വലിയ തകർച്ചയിലാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഉള്ളൊരു വൈറ്റ് പേപ്പർ തയ്യാറാക്കി. പക്ഷേ അതിനകത്ത് അവർ പറഞ്ഞതിൻ്റെ അടുത്തെങ്ങും പോലും കടമോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഇല്ല. കേരളത്തെ വിറ്റുകൊണ്ട് കേരളത്തെ നന്നാക്കാൻ പറ്റില്ല. അതായത് നിങ്ങളുടെ വീടും കുടുംബവും സ്ഥലവും എല്ലാം വിറ്റിട്ട് ഈ വീട് നന്നാക്കാമെന്ന് പറയുന്ന പോലെ ആയിരിക്കും കേരളത്തിൻ്റെ പൊതുമേഖലയും പൊതുസ്വത്തിനെയും വിറ്റഴിക്കാൻ തീരുമാനിക്കുന്നത്. ഇന്ധന നികുതിയും സെസ്സും ഒഴിവാക്കുമെന്ന പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകില്ല. വലിയ പദ്ധതികളും ക്ഷേമ പ്രവർത്തനങ്ങളും സ്വപ്നം കാണുന്ന ഘട്ടത്തിൽ വരുമാനം കുറയ്ക്കാനാകില്ലെന്നാണ് വിശദീകരണം. അതേസമയം ചോർച്ച പൂർണ്ണമായി അടച്ച് നികുതി പിരിവ് ഊർജിതമാക്കാനാണ് നീക്കം. മദ്യം, സ്വർണം ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് ശ്രദ്ധ. സന്ദർശക വിലക്ക് ഏർപ്പെടുത്തി സെക്രട്ടേറിയറ്റിലെ കോൺഫറൻസ് ഹാളിലും മസ്കറ്റ് ഹോട്ടലിലും കോവളം ഗസ്റ്റ് ഹൗസിലും നടത്തിയ ചർച്ചകൾക്കൊടുവിൽ മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന ബജറ്റ് മാജിക് എന്താകും? മറ്റൊരർത്ഥത്തിൽ എന്താകും വി ഡി സതീശന്റെ അർത്ഥശാസ്ത്ര ദർശനം? VSNU ന്യൂസ് മലയാളം, തിരുവനന്തപുരം.